ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം നൽകിയ നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. യേശുക്രിസ്തു വാഹനമേറിയ കഴുതക്കുട്ടിയെപ്പറ്റി ഒരു ഭാവനയുണ്ട്. കഴുതക്കുട്ടിക്ക് യെരൂശലേം യാത്രയിൽ ലഭിച്ച വൻ സ്വീകരണത്തിൽ മതിമറന്ന് ഒരിക്കൽ കൂടി ആ വഴിയായി യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. അമ്മയുടെ കണ്ണു വെട്ടിച്ച് തനിയെ യാത്ര ആരംഭിച്ചു. ആറ്റരികത്ത് ചിലർ തുണി വിരിച്ചിട്ടിരിക്കുന്നത് കണ്ടു. തന്നെ ആദരിക്കുവാൻ എന്ന് കരുതി കഴുതക്കുട്ടി ആ തുണിയിലൂടെ നടന്നു. കിട്ടിയ അടിക്ക് കയ്യും കണക്കുമില്ല. അങ്ങനെ അരുതാത്ത ഇടത്തുകൂടി നടന്നും വേണ്ടാത്ത ഇടത്ത് തലയിട്ടും ദേഹമാസകല മുറിവുകളുമായി മടങ്ങിയെത്തിയ കഴുതക്കുട്ടിയോട് അമ്മ കാര്യങ്ങൾ ചോദിച്ചു. കഴുതക്കുട്ടി പറഞ്ഞു, കഴിഞ്ഞ ദിവസം യെരൂശലേമിലേക്ക് ഒരു യാത്ര പോയില്ലേ? അന്ന് എനിക്ക് ലഭിച്ച സ്വീകരണം മറക്കാനാകുന്നില്ല. ചിലർ വസ്ത്രം വഴിയിൽ വിരിക്കുന്നു, മറ്റു ചിലർ വൃക്ഷക്കൊമ്പുകൾ നിരത്തിൽ വിതറുന്നു, വേറെ ചിലർ ഹോശന്നാ പാടി ആർക്കുന്നു. അത് ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നു. എന്നാൽ അമ്മേ, ഇന്ന് എനിക്ക് സ്വീകരണമൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ആളുകൾ എന്നെ തല്ലി ഓടിച്ചമ്മേ. കഴുതക്കുട്ടി കരഞ്ഞുപോയി. ചില വികൃതിക്കുട്ടികൾ കല്ലെറിഞ്ഞ് ദേഹമാസകലം മുറിച്ചു. വേദനയോടെ കഴുതക്കുട്ടി പറഞ്ഞു. എല്ലാം ശ്രദ്ധയോടെ കേട്ട അമ്മ പറഞ്ഞു, അന്ന് യെരൂശലേമിലേക്ക് പോയപ്പോൾ നിന്റെ പുറത്ത് ഒരാൾ യാത്ര ചെയ്തില്ലേ? ഉവ്വ് അമ്മേ, യേശു എന്ന ഒരാൾ യാത്ര ചെയ്തിരുന്നു. ആളുകൾ നിനക്കല്ല ഹോശന്ന പാടിയതും വസ്ത്രം വഴിയിൽ വിരിച്ച് സ്വീകരിച്ചതും. സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തു നിന്റെ മേൽ കയറിയിരുന്ന് യാത്ര ചെയ്തതിനാൽ ആ വ്യക്തിയെയാണ് ജനം ബഹുമാനിച്ചത്. കഴുതയായ നീ വിചാരിച്ചു മറ്റുള്ളവർ ആദരിച്ചതും ബഹുമാനിച്ചതും നിന്റെ ഭംഗിയും കഴിവും കണ്ടിട്ടായിരിക്കുമെന്ന്. അല്ല കുഞ്ഞെ, യോഗ്യനായവൻ നിന്റെ മേൽ കയറിയതുകൊണ്ടാണ് നീ അറിയപ്പെടാൻ തുടങ്ങിയത്. അമ്മയുടെ ശാസനയും ബുദ്ധിോപദേശവും കേട്ട് കഴുതക്കുട്ടി ലജ്ജിച്ച് തലതാഴ്ത്തി. മേൽപ്പറഞ്ഞ കഴുതക്കുട്ടിക്ക് സമമായ പലരിൽ ഒരുവനായ ഗേഹസിയെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-8 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകനായ എലീശയും തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയും അവരെ ശുശ്രൂഷിച്ച ധനികയായ സ്ത്രീയെയും കുടുംബത്തെയും കാണുവാൻ കഴിയും. ഒരു ദിവസം എലീശ ശൂലേമിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ധനികയായ സ്ത്രീയുടെ വീട്ടിൽ ഭക്ഷണത്തിനായി പ്രവാചകനെ ക്ഷണിച്ചു. ആ വഴി പ്രവാചകൻ പോയപ്പോൾ ഒക്കെയും ആ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു. ചില നാളുകൾക്ക് ശേഷം സ്ത്രീ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്. നമുക്ക് അദ്ദേഹത്തിന് വിശ്രമിക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താലോ? ഭർത്താവും സമ്മതിച്ചു. വിശ്രമ സ്ഥലം ഒരുങ്ങി പ്രവാചകനും ശിഷ്യനും അവിടെ വിശ്രമിച്ചു. പോകുവാൻ നേരത്തെ പ്രവാചകൻ ആ കുടുംബത്തിൻ്റെ പ്രത്യേകമായ ആവശ്യം അന്വേഷിച്ചു. വളരെ തൃപ്തികരമായ മറുപടിയാണ് ലഭിച്ചത്. ശൂന്യക്കാരത്തി പറഞ്ഞു, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു എന്ന് വെച്ചാൽ വേണ്ടപ്പെട്ടവരെല്ലാം ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്, നല്ല സഹകരണവും ലഭിക്കുന്നുണ്ട് എന്ന് സാരം. എന്നാൽ പ്രവാചകൻ്റെ ബാല്യക്കാരൻ അവരുടെ ഒരു ആവശ്യം മനസ്സിലാക്കി പ്രവാചകന് മുമ്പിൽ അവതരിപ്പിച്ചു. അവർക്ക് മക്കളില്ല എന്ന സത്യം. പ്രവാചകൻ പ്രാർത്ഥനയോടുകൂടെ ഒരു കാര്യം പറഞ്ഞു, വരുന്ന വർഷം ഈ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു മകനുണ്ടാകും എന്ന്. പ്രവാചകൻ പറഞ്ഞത് സംഭവിച്ചു. പിറ്റേ ആണ്ടിൽ അവർക്ക് ഒരു മകൻ ജനിച്ചു. മറ്റുള്ളവരുടെ പ്രാർത്ഥന നമുക്ക് ഉപകാരമായി ഭവിക്കുന്നുവെന്ന് നാം മറക്കരുത് കേട്ടോ. ബാലൻ വളർന്നു. അവന് തലക്കനം വെച്ചു തുടങ്ങി. അങ്ങനെ മുമ്പോട്ട് പോയ ഒരു ദിവസം അവൻ പെട്ടെന്ന് അമ്മയുടെ മടിയിൽ കിടന്ന് മരിച്ചു. അവൾക്ക് വലിയ ദുഃഖമായി. മകനെ എടുത്ത് ദൈവപുരുഷന് വേണ്ടി ഒരുക്കിയ കട്ടിലിൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി. ഭർത്താവിൻ്റെ അനുവാദത്തോടെ പ്രവാചകനെ തേടിയിറങ്ങി. അവൾ ചെന്ന് കർമ്മേലിൽ ദൈവപുരുഷൻ്റെ അടുക്കലെത്തി. ദൈവപുരുഷൻ അവളെ ദൂരത്തു നിന്ന് കണ്ടപ്പോൾ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട് പറഞ്ഞു, അതാ ശൂന്യക്കാരത്തി വരുന്നു എന്ന്. അവൾ ദൈവപുരുഷൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. മകൻ്റെ വിവരം അറിയിച്ച് കരഞ്ഞു. പ്രവാചകൻ ഉടനെ ഗേഹസിയോട്, നീ അരകെട്ടി എൻ്റെ വടിയും കയ്യിലെടുത്ത് പോകുന്ന വഴി ആരെയും വന്ദനം ചെയ്യരുത്. ആരെങ്കിലും നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം ചെയ്യരുത്. എൻ്റെ വടി ബാലൻ്റെ മുഖത്ത് വയ്ക്കണം എന്ന് പറഞ്ഞു. ഗേഹസി കേൾക്കാത്ത വടി ഉടനെ വടിയുമായി പുറപ്പെട്ടു. വടി ബാലൻ്റെ മുഖത്ത് വെച്ചു. ഒന്നും സംഭവിച്ചില്ല. വടിയും പിടിച്ച് ഗേഹസി മടങ്ങി. ഇവിടെയാണ് കഴുതക്കുട്ടിയെ ഓർമ്മ വരുന്നത്. വടിയും ഉയർത്തിപ്പിടിച്ച് ധൃതിയിൽ നടക്കുന്ന ഗേഹസിയെ കണ്ട്
ചിലരൊക്കെ ചോദിച്ചിരിക്കാം, അല്ല ഗേഹസി, ഈ വടിയുമായി നീ എങ്ങോട്ടാ? ഗേഹസിയുടെ മറുപടി ഇപ്രകാരമാകാം: ഈ വടി ഒരു അത്ഭുത വടിയാ. ശൂലേമിലേക്ക് ഞാൻ പോവുകയാ. അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന് ഈ വടി അവൻ്റെ മുഖത്ത് വെച്ചാൽ അവൻ എഴുന്നേൽക്കും. നിന്ന് ചോദിക്കുവാൻ സമയമില്ല, പോയി വരട്ടെ എന്നൊക്കെ വായാടിത്തരം പറഞ്ഞ് വടി മുഖത്ത് വെച്ചു. ഒരനക്കവും ഉണ്ടായില്ല. ദൈവവചനത്തെ ധിക്കരിച്ചുകൊണ്ട് നന്മ ചെയ്താലും അത് പാപമായി പരിഗണിക്കും. ഉദാഹരണമായി കായംകുളം കൊച്ചുണ്ണിയെ തന്നെ എടുക്കാം. മുതലാളിമാരുടെ പണം തട്ടിയെടുത്ത് സാധുക്കളെ സംരക്ഷിച്ചു. കൊച്ചുണ്ണിയെ രക്ഷകനായി കരുതിയ വലിയൊരു കൂട്ടമുണ്ടായിരുന്നുപോൽ ആ നന്മ അവനെ നീതിയായി കണക്കിടുമോ? ഒരിക്കലുമില്ല. മോഷ്ടിക്കരുത് എന്ന കൽപ്പന ലംഘിച്ച് അവൻ ചെയ്ത പ്രവൃത്തി പാപമാണ്. പലർക്കും ലക്ഷ്യം നന്നായിരുന്നാൽ മതി, മാർഗം ഏതുമാകാം. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ലക്ഷ്യവും നന്നായിരിക്കണം, ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും നന്നായിരിക്കണം. ഇത് എലീശ പ്രവാചകനിൽ ദർശിക്കാവുന്നതാണ്. പ്രവാചകൻ ശൂനേംകാരത്തിയുടെ ഭവനത്തിൽ എത്തി ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം മുറിയിലായിരിക്കെ വാതിലടച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലൻ്റെ മേൽ കിടന്നു. തൻ്റെ വായ് ബാലൻ്റെ വായ്മേലും തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന്മേലും ഉള്ളംകൈ അവൻ്റെ ഉള്ളംകൈമേലും വെച്ച് ബാലൻ്റെ മേൽ കിടന്നപ്പോൾ ബാലൻ്റെ ദേഹം ചൂടുപിടിച്ചു. അവനിത് ആവർത്തിച്ചു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. പ്രവാചകൻ ഗേഹസിയെ വിളിച്ച് ശൂനേംകാരത്തെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. അവൾ വന്നപ്പോൾ നിന്റെ മകനെ കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അകത്തു ചെന്ന് പ്രവാചകൻ്റെ കാൽക്കൽ വീണ് നന്ദി പ്രകാശിച്ചു. ഇവിടെ യാക്കോബിൻ്റെ ലേഖനം 1:17 ഓർമ്മ വരുന്നു. അതിപ്രകാരമാണ്: എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നാണ് വചനം പറയുന്നത്. നന്മയുടെ ഉറവിടം നല്ലവനായ ദൈവമാണ്. ആ നല്ലവൻ എല്ലാവർക്കും എല്ലാം നൽകുന്നവനുമാണ്. ലഭിച്ച നന്മയിൽ അഹങ്കരിക്കാതെ നന്മ തന്നവനെ സ്തുതിപ്പാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.